Hallo Leute, guten Morgen. Guten Morgen. Okay, so let's start with today's session. So last ക്ലാസ്സിൽ നമ്മൾ കണക്ടേഴ്സ് എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കണക്ടേഴ്സ് മൊത്തം നോക്കിയല്ലേ. ദാറ്റ് ഇസ് 3 ടൈപ്സ് ഓഫ് കണക്ടേഴ്സ് നോക്കി. ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ കൈന കണക്ടോറിനായിരുന്നു നോക്കിയിരുന്നത്. എന്തായിരുന്നു നീരജ് നമ്മൾ കൈന കണക്ടോറിനെ കുറിച്ച് പഠിച്ച്? യാ നീരജ്. അർഷാദ്. No connectors. യാ ആൻഡ് എന്തൊക്കെ പഠിച്ചു നമ്മളതില്? അത് സീറോ പൊസിഷൻ കണക്ടർ ആണോ അതോ പൊസിഷൻ കൗണ്ട് ചെയ്യോ? Position count ചെയ്യും. അപ്പൊ പൊസിഷൻ എവിടെയാ വരാ? ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ. ഈ തേർഡ് പൊസിഷന് ഒരു എക്സെപ്ഷൻ പറഞ്ഞിരുന്നു, അതെപ്പോഴായിരുന്നു? സബ്ജക്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്നാൽ പെസോണാൽ പ്രോണോമൻ വന്നാൽ തേർഡ് പൊസിഷനിൽ നമുക്ക് കൈന കണക്ടോറിയൻ ഇടാൻ കഴിയില്ല അല്ലേ? സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് കൈന കണക്ടോറിയനിൽ പഠിച്ചത്. സോ ഇന്നത്തെ സെഷനിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. എവിടെയാണോ നിങ്ങൾ എഴുതിയത് അതൊന്ന് ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് എന്താണ്? Lesen Sie die Sätze und schreiben Sie einen neuen Satz mit den richtigen Personalpronomen im Dativ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിരുന്നു തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ എന്താ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യെസ്, അത് പേഴ്സണൽ പ്രൊണൗണിലേക്ക് മാറ്റി എഴുതാനാ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിനെ ഡാറ്റീവ് പെസോണാൽ പ്രോണോമൻ വെച്ചിട്ട് മാറ്റാണ്. ഡാറ്റീവ് പെസോണാൽ പ്രോണോമൻ എങ്ങനെയായിരുന്നു? ഡിഷ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഷ് എന്നുള്ളത് എങ്ങനെ? ഡിയർ ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഡാറ്റീവ് എന്നുള്ളത്. സോ ആ രീതിയിൽ മാറ്റി എഴുതാനായിരുന്നു. സോ ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, meine Oma erzählt den Kindern eine Geschichte എന്നാണ്. den Kindern പ്ലൂറൽ ആണ്. അപ്പൊ den Kindern എന്നുള്ളത് നമ്മൾ ഏത് പെർസണൽ പ്രോണോമൻ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുക? അർഷദ്, നീരജ്, രഞ്ജു. പ്ലൂറൽ, ഡാറ്റീവിൽ പെർസണൽ പ്രോണോമൻ പ്ലൂറൽ, ദാറ്റ് ഇസ് ദേ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഡാറ്റീവിൽ പറയാം? Ear. No. You. ഒന്നും കൂടെ എല്ലാവരും പെർസണൽ പ്രോണോമൻ ഡാറ്റീവ് ആ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യും. ഡാറ്റീവ് പഠിച്ച സമയത്തായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അതൊന്നും എല്ലാവരും ഓപ്പൺ ചെയ്ത്. ഈനൻ പ്ലൂറൽ പെർസണൽ പ്രോണോമൻ ഇൻ ഡാറ്റീവ്. ദേൻ കിൻഡേൺ പ്ലൂറൽ ആണ്. സോ ദേ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈനൻ. ഇനി സെക്കൻഡ് വൺ, Ich helfe meine Mutter beim Aufräumen. Ich helfe meine Mutter beim Aufräumen. Meiner Mutter. Meiner Mutter എന്നുള്ളത് ഇനി എന്തായിട്ടായിരിക്കും മാറുക? നോർമലി ഇംഗ്ലീഷിൽ അത് ഏത് പെർസണൽ പ്രോണോമൻ ആയിട്ടാണ് മാറുക? മൈനർ മുട്ടർ എന്നുള്ളത് നമ്മൾ ഇനി സെക്കൻഡ് പേഴ്സൺ ആയി പറയുമ്പോൾ മൈ മദർ എന്നല്ല. മൈ മദർ ആണ്. മൈ മദർ എന്നുള്ളത് പെർസണൽ പ്രോണോമൻ ആയിട്ട്, ഫോർ എക്സാമ്പിൾ മൈന ഉമ്മ ഇറ്റ്സാൽ ദേൻ കിൻഡേൺ എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കി മാറ്റി? ദേ എന്നാക്കി അല്ലെ? മൈ ഉമ്മ ടോൾഡ് ദി ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ ദേ എന്നുള്ളതാക്കി മാറ്റി. ദി ചിൽഡ്രൻ എന്നുള്ളത് ദേ എന്നുള്ളതാക്കി മാറ്റി. സോ മൈനർ മുട്ടർ എന്നുള്ളത് എന്താക്കി മാറ്റാം? ഇഷ് ഹെൽഫ് മൈനർ മുട്ടർ, ഹർ എന്നായിട്ട് മാറും. ഹർ. ഹർ എന്നുള്ളതിന് പെർസണൽ പ്രോണോമൻ ഇം ഡാറ്റീവ് എന്താണ്? ബേസിക്കലി ഇവിടെ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന നൗണിനെ
എന്തായിരുന്നു? ബേസിക്കലി ഇവിടെ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന നൗണിനെ നമ്മൾ പേഴ്സണൽ പ്രോണോമൻ ഇംഡാറ്റീവ് ദാറ്റ് ഈസ് അതിനെ നമ്മളൊരു സെക്കൻഡ് പേഴ്സൺ ആക്കിയിട്ട് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. ദാറ്റ് ഈസ് ദേൻ കിൻഡേൺ എന്നുള്ളതിനെ നമ്മൾ ദേ ആക്കി മാറ്റി, മൈനർ മുട്ടർ എന്നുള്ളതിനെ ഹെർ ആക്കി മാറ്റി. ദാറ്റ് ഈസ് ദി ഹോൾ പ്രോസസ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഫുൾ എക്സസൈസ് തന്നെ അതാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ മൈനർ മുട്ടർ ഹെർ എന്നായിട്ട് മാറുമ്പോൾ എങ്ങനെ വരും? ഡാറ്റീവിൽ പേഴ്സണൽ പ്രോണോമൻ. യെസ്, ഹെർ എന്നുള്ളത് ഡാറ്റീവിൽ എങ്ങനെയാ പറയാ? ഗായ്സ് അൺമ്യൂട്ട്. ഇയർ എന്ന് വരും. ഇഷ്, അപ്പൊ അവിടെ ആ സെന്റൻസ് എങ്ങനെ ആയിട്ട് മാറും? ഇഷ് ഹെൽഫ് ഇയർ ബൈം ഔഫ് റോയ്മൻ. ഇഷ് ഹെൽഫ് ഇയർ ബൈം ഔഫ് റോയ്മൻ എന്ന് വരും. ഇനി നെക്സ്റ്റ് വൺ ഈസ് ദി മുട്ടർ ഗിഫ്റ്റ് ദം കിൻഡ് eine Puppe. ദി മുട്ടർ ഗിഫ്റ്റ് dem Kind eine Puppe. ഇവിടെ എന്തായിട്ട് മാറും? ഇയർ Why is it ear? ഓഷല്ലേ വരിക? dem Kind. Kind എന്ന് വെച്ചാൽ സിംഗുലർ ആണ്. കുട്ടികൾ കിൻഡാൺ ആണ്, സിംഗുലർ ആണ്. കുട്ടി എന്നതിന് നമ്മള് സാധാരണഗതിയിൽ നമ്മളിപ്പോ ഈം എന്നാണ് വരിക. ഈം. എന്തുകൊണ്ടാണ് ഈം എന്ന് വന്നത്? യെസ്, വൈ? സിംഗുലർ അല്ലേ? സിംഗുലർ ആണ്. ദാസ് കിൻഡ് ആണ്, സിംഗുലർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വേറെ ഏതിപ്പം കിൻഡ് എന്നല്ലാതെ ഒരു ഫ്രൗ അല്ലെങ്കിൽ മാൻ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നൗൺ എങ്കിൽ നമുക്കറിയാം അതിന് കറക്റ്റ് ചെയ്ത് പേഴ്സണൽ പ്രോണോമനാ വരിക എന്നുള്ളത്. ഫ്രൗ എന്നുള്ളതിന് ഹെർ എന്നും വരും, മാൻ എന്നുള്ളതിന് ഹിം എന്നും വരും, അല്ലെ? പക്ഷെ ജർമ്മനിൽ കിൻഡ് എന്നുള്ളത് ദാറ്റ് ഈസ് ചൈൽഡ് എന്നുള്ള പേഴ്സണൽ പ്രോണോമന് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. ഹെർ എന്ന് കൊടുക്കണോ ഹിം എന്ന് കൊടുക്കണോ? ബട്ട് ഇവിടെ നമ്മൾ ഇറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഈം എന്നായിട്ട് മാറിയത്. ഓക്കെ, കിൻഡ് എന്നുള്ളതിന് നമ്മൾ പേഴ്സണൽ പ്രോണോമൻ ഇറ്റ് എന്നുള്ളതായിട്ടാണ് റെഫർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഈം എന്ന് വന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സിംഗുലറും കൂടിയാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് their film gefällt meinem Vater sehr. their film gefällt meinem Vater sehr. സോ meinem Vater എന്നുള്ളതിന് നമ്മൾ ഏത് പേഴ്സണൽ പ്രോണോമൻ ആയിരിക്കും യൂസ് ചെയ്യുക? സിമ്പിൾ, മൈ ഫാദർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഈം എന്നായിട്ട് മാറും. മാസ്കുലിൻ ആൻഡ് ഹിം എന്നുള്ളതാണ് നമ്മളിവിടെ ബേസിക്കലി റെഫർ ചെയ്യേണ്ടത്. സോ their film gefällt ihm sehr എന്ന് വരും. their film gefällt ihm sehr. ഇനി നെക്സ്റ്റ് വൺ, warum antwortest du deinem Bruder nicht? warum antwortest du deinem Bruder nicht? ഇവിടെ എന്തായിരിക്കും വരിക? deinem Bruder. ഇതും സിമ്പിൾ ആണ്. ഈം എന്ന് വരും. ബിക്കോസ് എന്താണ്? ദൈനം ബ്രൂഡർ, ഹിം എന്ന് തന്നെയാണ് ഇവിടെയും ബേസിക്കലി നമ്മൾ റെഫർ ചെയ്യുന്നത്, അല്ലെ? സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കൂടെ തന്നെ നിങ്ങളുടെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, ഞാൻ ഇനി അത് വേറെ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ മിസ്റ്റേക്സ് ഇതിന്റെ കൂടെ തന്നെ ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഈ ഫസ്റ്റ് പാർട്ടിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No. Okay, fine. Okay, then let's get into second one. That is once again, second one, übersetzen Sie den Satz. That is, translate the sentences എന്നാണ്. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങളോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എയും ഇയും. ഇത് രണ്ടും നമ്മൾ ഇന്നലെ ഓൾറെഡി പഠിച്ചു, കഴിഞ്ഞ കണക്ടോറിന്റെ യൂസ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്ന് ഇപ്പൊ പെട്ടെന്ന് ചെയ്ത് എന്നിട്ട് അത് ഡിസ്കസ് ചെയ്യാം. I'll give you 5 minutes. എ ആൻഡ് ഇ ഒന്ന് പെട്ടെന്നൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നിങ്ങൾ.
മേഡം എനിക്ക് ഫോർവേഡ് ചെയ്യാം മേഡം അത് ഏതാണ് മേഡം Yeah, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എ ആൻഡ് ഇ സെക്കൻഡ് പാർട്ടിലെ എ ആൻഡ് ഇ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അയച്ചാണോ മേഡം ഇന്ന് അയച്ചിരിക്കുന്നതിന്റെ ആണോ ഇന്ന് അയച്ചതല്ല, ഇത് നിങ്ങളുടെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ മതി. അതിൽ സെക്കൻഡ് പാർട്ടില് എ ആൻഡ് ഇ. രഞ്ജു ലാസ്റ്റ് ക്ലാസ് കേട്ടായിരുന്നോ മേഡം ഇന്നലത്തെ? ഡിസ്കസ് ഇട്ടല്ലേ യാ, ഇല്ല മേഡം കേട്ടില്ല അന്ന് ഇന്നലെ ഡിസ്കസ് ചെയ്ത നൈറ്റ് ടോപ്പിക് ആണിത്. സോ ഐ ഡോണ്ട് നോ. ആണോ ഞാൻ ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ട് ഓക്കെ, ഫൈൻ ഫൈൻ. Okay, done. Completed. Shall we discuss? Yeah. Yeah. Okay, fine. Yeah, Neeraj, first one. Ich bin müde. Müde. Ich bin müde. Ich aufräumen trotzdem. Aufräumen
എന്നുള്ളത് എന്ത് വേർബാണ്? Okay, auf. Trembare, separable. യാ, ട്രെൻബാർ വേർബാണ്. അപ്പൊ സെപ്പറേറ്റ് ചെയ്യണ്ടേ? Okay, ich auf trotzdem Raumen. ഇഷ് റോയ്മ. Ich räume. സഫിക്സ് സെക്കൻഡ് പാർട്ട് Okay. സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. Raum. ആൻഡ് ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് Last ending. പ്രിഫിക്സ് എൻഡിലേക്ക് പോകും. Ich raumen trotzdem auf. ഇഷിന്റെ കൂടെ റോയ്മൻ എങ്ങനെയായിരിക്കും കോൺജുഗേറ്റ് ചെയ്യുമ്പോ വരിക? Raume. ഇഷ് റോയ്മ. സോ ഇഷ് റോയ്മ ത്രോട്സ്ഡേം Trotzdem ഔഫ് auf. എന്ന് വരും. അല്ലെങ്കിൽ ത്രോട്സ്ഡേം റോയ്മ ഇഷ് ഔഫ് എന്ന് വരും. സോ ഇറ്റ് ഇസ് ഇഷ് ബിൻ മ്യൂഡ് ത്രോട്സ്ഡേം റോയ്മ ഇഷ് ഔഫ്, അല്ലെങ്കിൽ ഇഷ് റോയ്മ ത്രോട്സ്ഡേം ഔഫ് എന്ന് വരും. ഗുഡ്. ഇനി അർഷദ്, ലാസ്റ്റ് വൺ. Roslyn arbeitet viel. Darum macht sie Urlaub. ദാറും മാഖൻസി ആണ് വരിക. ഷീയുടെ കൂടെ മാഖൻ എങ്ങനെയാ വരിക? Macht sie. മാഖ്റ്റ് സി. sehr good. റോസ്ലിൻ arbeitet viel, പിന്നെ ദിഷാൽ, ദാരും, ദാഹിർ ഏതായാലും യൂസ് ചെയ്യാം. മാഖ് സി ഉർലാബ് എന്ന് വരും. sehr good. ഓക്കെ, സോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് നമുക്കൊന്നും കൂടെ ബാക്കിയുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്താണ് എഴുതിയെന്ന് അറിയാൻ. Even though he doesn't know me well. ഇതിനെന്തായിരുന്നു ആൻസർ എഴുതിയത്? He helped me even though he doesn't know me well. ഇവിടെ ഏത് കണക്ടറാണ് യൂസ് ചെയ്യുന്നത്? Obwohl. ഒബോൾ എന്നുള്ളത് എങ്ങനെയായിരുന്നു ആ സെന്റൻസ് വരിക? Hat mir gefallen. geholfen. Obwohl nicht mehr gut kennt. mich nicht gut kennt. മിഷ് എന്നുള്ളത് തേർഡ് പൊസിഷനിൽ വരണം. Halten. hat mir geholfen. Okay. geholfen. Okay? Obwohl mich nicht gut kennt. ഇനി നെക്സ്റ്റ് വൺ. സി പാർട്ടിൽ എന്തായിരുന്നു? I told Celia that I was making a party on Friday. ഇതെങ്ങനെയാ വരിക? Ich habe Celia erzählt, dass ich am Freitag eine Party veranstalten würde. പാർട്ടി മാക്കൻ മതി. ഓക്കെ, പാർട്ടി മാക്കൻ, ടു മേക്ക് എ പാർട്ടി മതി. Sorry, so it will be ich habe Celia gesagt. Madam. viewed അല്ല, വേണ്ട മതി. നിങ്ങൾ വ്യൂഡൻ പഠിച്ചിട്ടില്ല, സോ വ്യൂഡൻ യൂസ് ചെയ്യണ്ട. Ich habe Celia gesagt, dass ich am Freitag eine Party machen werde. No. Nidhi part. I'm not hungry because I have already eaten. എങ്ങനെയായിരിക്കും വരിക? This one easy ആണ്. Ich habe keine hungrig. Ich bin nicht hungrig. Nicht hungrig. Adjectiveന്റെ കൂടെ nicht ആണോ കൈനാണോ വരിക? Nicht. So it will be ich bin nicht hungrig. Viel. Weil. Ich schon gegessen habe. Renju? അല്ല, ഹുംഗ്രിഷ് എന്നാണ്, ഹുങ്കർ എന്നാണ്. Hungrig. Ich bin nicht hungrig, weil ich schon gegessen habe. Okay? So ആ രീതിയിലാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. Coming to third part. Hubert sits and see then Zars. That is imperative. Do, see, ear വെച്ചിട്ട് imperative ബിൽഡ് ചെയ്യാനായിരുന്നു നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഓരോന്നിന്റെ ആൻസേഴ്സ് പറഞ്ഞോളൂ. സബ്മിറ്റ് ദ നോട്ട്ബുക്ക് എന്നുള്ളത് എങ്ങനെ വരും? Abgeben das Heft. Abgeben is trennbare verb. trennbare verb എല്ലാ സമയത്തും സെപ്പറേറ്റ് ആവണം. ഓൺലി സമയം സെപ്പറേറ്റ് ആവാത്ത ഓൺലി സമയം is when we are using trennbare verb with modal verb. Okay? സോ ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയായിരിക്കും വരിക? Gebe das Heft ab.
ഗേബല്ല. ഗേബൻ എന്നുള്ളത് അബ്ഗേബലിന് ഗേബൻ എന്നുള്ള പാർട്ട് ഒരു ഇറഗുലർ വേർബാണ്. സോ ദൂടെ കൂടെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഗിബ് ഡസ് ഹെഫ്റ്റ് അബ് ഗിബ്. ഓക്കെ, ബിക്കോസ് ഗേബൻ എന്നുള്ളത് ദൂടെ കൂടെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ വരിക? ഗിബ്സ്റ്റ് എന്നാണ് വരിക. ഗിബ്സ്റ്റ്. ഓക്കെ, ST നമ്മൾ റിമൂവ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ഗിബ് ഡസ് ഹെഫ്റ്റ് അബ് എന്ന് വരും. ഓക്കെ, അപ്പൊ സെന്റൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ല, ദൂസിയാർന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു അത് സെന്റൻസ് ചേഞ്ച് ചെയ്തിട്ട് എഴുതണം. നോ നോ നോ, ഇംപറാറ്റീവ് എന്ന് കറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇംപറാറ്റീവ് സാറ്റ്സ് ബിൽഡ് ചെയ്യാനാണ്. ഓക്കെ. സോ മാം, ആ ഫസ്റ്റില് ഗിഫ്റ്റ് വന്നത് Yeah. നോട്ട്ബുക്ക് അങ്ങനെ ആയതുകൊണ്ടാണോ, ഗിഫ്റ്റ് ആയതുകൊണ്ടാണോ? എന്തായിരുന്നു? അതിന്റെ ആൻസർ ഒന്നുകൂടെ പറയാം മാഡം. ഗിഫ്റ്റ്. Yeah, gib, not gift, gib. ഓക്കെ. Gib does heft up. 1 second. Gib does heft up. Gib. ഡൂവിന്റെ കൂടെ ആകുമ്പോഴാണോ ഗിബ് വരുന്നത്? ദൂടെ കൂടെയാണ് ഗിബ് വരുന്നത്. ബിക്കോസ് ഗേബൻ എന്നുള്ളത് എന്താണ്? അബ്ഗേബലിലെ ഗേബൻ പാർട്ട് ഇസ് ഇറഗുലർ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലീസ് ഹെൽപ്പ് മീ അല്ലായിരുന്നു? പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളതാണ്. അതിന്റെ ആൻസർ എന്താ വരുന്നത്? ബിറ്റ് ഹെൽപ്സ് മീ. ഫസ്റ്റ് പൊസിഷനിലെ വേർബ് Help me a bit. Hilf mir bitte. That is other mistake. Hilf mir. Okay. Because helfen എന്നുള്ളത് എന്താണ്? ഒരു ഇറഗുലർ വേർബ് ആണ്. Hilf mir bitte. അതെങ്ങനെ മനസ്സിലാക്കാം? ഇറഗുലർ Irregular ആണോ? വേർബ്സ് ഞാൻ ഇറഗുലർ എടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. ബൈഹാർട്ട് പഠിച്ചങ്ങ് പോണം. വേറൊരു വഴിയുമില്ല. So it will be Hilf mir bitte. സിയുടെ കൂടെ ആണെങ്കിൽ ഹെൽഫൻ സി മിയ ബിറ്റ്, ഹെൽഫൻ സി മിയ ബിറ്റ്. ഞാൻ അതിന്റെ ആൻസർ ക്യൂ അയച്ചിട്ടുണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇയറിന്റെ കൂടെ ആണെങ്കിൽ ഹെൽഫ്റ്റ് മിയ ബിറ്റ് എന്ന് വരും. ഇനി നെക്സ്റ്റ് വൺ, ട്രാൻസ്ലേറ്റ് ദി സെന്റൻസ് എന്നാണ്. എങ്ങനെയായിരിക്കും അത് വരിക? യൂബർ സെറ്റ്സൺ ഇസ് എ ത്രെൻ ബാര വേർബ്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ട്രാൻസ്ലേറ്റ് ദി സെന്റൻസ്. ഒന്നുകൂടെ. യൂബർ സെറ്റ്സൺ എന്നുള്ളത് ത്രെൻ ബാര വേർബ് ആണ്. അപ്പൊ സെപ്പറേറ്റ് ചെയ്തിട്ട് പറയൂ. എന്തിനാണത് സെറ്റ്സ എന്നായത്? സെറ്റ്സ എന്നാവുന്നുണ്ട് എന്തിനാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ വേർബ് എൻഡിങ് വേണ്ടാന്നുള്ളത്. So it will be setz den Satz über. Sorry, über. Setz den Satz über എന്നാണ് വരിക. ഓക്കെ, ത്രെൻ ബാര വേർബ് സെപ്പറേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അവിടെ den Satz ആയത്? അക്വസേറ്റീവ് ഉണ്ട്. Very good. ഇനി നെക്സ്റ്റ് വൺ is go to sleep. Go to sleep എന്നുള്ളത് എങ്ങനെയായിരിക്കും വരിക? This is easy one. Go to sleep. Gehelfen, schlafen. ഗേ ഷ്ലാഫൻ. ദൂടെ കൂടെ ആണെങ്കിൽ ഗേ ഷ്ലാഫൻ എന്ന് വരും. സിയുടെ കൂടെ ആണെങ്കിൽ ഗേഹൻ ജി ഷ്ലാഫൻ. ഇയറിന്റെ കൂടെ ആണെങ്കിൽ ഗേറ്റ് ഷ്ലാഫൻ എന്നും വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് ദി ഗ്രാമർ. എങ്ങനെയായിരിക്കും വരിക? അത് ഇറഗുലർ വെർബ് അല്ലേ? യുവൻ ഈസ് സോർട്ട് ഓഫ് ഇറഗുലർ തന്നെ. അപ്പൊ തെറ്റിണ്ട്. എന്തായിരുന്നു എഴുതിയത്? യൂബ് ഡി ഗ്രാമാറ്റിക്. യൂബ് ഗ്രാമാറ്റിക് എന്ന് തന്നെയാണ് വരിക. സിയുടെ കൂടെ എന്താ എഴുതിയത്? യൂബൻ സി ദി ഗ്രാമാറ്റിക്. യൂബൻ സി ദി ഗ്രാമാറ്റിക്. ലാസ്റ്റ് വൺ, യൂബ് ഡി ഗ്രാമാറ്റിക്. യൂബ് ടു ദി ഗ്രാമാറ്റിക്. കറക്റ്റ് ആണ്.
Very good. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ദാറ്റ് ഈസ് യൂബർസെറ്റ്സി ദെൻ സാറ്റ്. നമ്മൾ ഓൾറെഡി വെൽഷയുടെ യൂസസ് പഠിച്ചിട്ടുണ്ട്. ഇത് വെൽഷ വെച്ചിട്ട് എഴുതുന്നതായിരുന്നു. ഓക്കെ, സോ സോറി, യാ, വിച്ച് ഗേൾ കംസ് ഫ്രം ഇന്ത്യ? അതെങ്ങനെയാ വരിക? Welsh's Mädchen kommt aus Indien. Indian. Welsh's Mädchen kommt aus Indien എന്ന് വരും. Very good. Second one, which teacher do you have to give the letter to? Welchem Lehrer geben Sie den Brief? Have to. Welchem അർഷദ്, Lehrer. have to എന്നുള്ളതിന് നമ്മൾ ഏത് മൊഡാൽ വെർബ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്? Mused. അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അർഷദ് പറയൂ. അർഷദാണെന്നുള്ള ഡൗട്ട് ചോദിച്ചു. മ്യൂസൻ. ഹാവ് ടു എന്നുള്ളടത്ത് ഹാവ് ടു എന്നുള്ളതും വേറൊരു മെയിൻ വെർബും വന്നാൽ അപ്പൊ അവിടെ മ്യൂസൻ അങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും കറക്റ്റ് വരുന്നത്. മാം അവിടെ വാണ്ട് Welchem അതല്ലേ കണ്ടിന്യൂ. Welchem Lehrer müssen Sie Brief geben? Den Brief geben. Where is the article? Den Brief. Okay. Welchem Lehrer müssen Sie den Brief geben? ഇവിടെ നമ്മൾ വാസ്വേം റൂൾ ആണ് അപ്ലൈ ചെയ്തത്. വാസ്വേം റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ദേൻ ബ്രീഫ് എന്നുള്ളത് ബ്രീഫ് അക്വസാറ്റീവും ഈ വെൽഷം ലേറർ എന്നുള്ളത് ഡാറ്റീവും ആയിട്ട് മാറി. ഓക്കെ, യാ. ഇനി എന്തായിരുന്നു രഞ്ജു ചോദിച്ചത്? മാം ഞാൻ ചോദിച്ചത് വാണ്ട് വരുമ്പോഴ ഈ മ്യൂസൻ അതിന്റെ മെയിൻ അർത്ഥം വാണ്ട് അല്ലേ മാഡം? മ്യൂസന്റെ അർത്ഥം is have to അല്ലെങ്കിൽ must. ഓക്കെ, have to അല്ലെങ്കിൽ must. നമ്മളെ want എന്നുള്ളതിന് നമ്മൾ വൊള്ളൻ ആണ് യൂസ് ചെയ്യാ. വൊള്ളൻ. സോറി. ഇനി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ആരാണ്? ഫസ്റ്റ് വന്ന് വരുമ്പോ ഈ വെൽഷസ് അങ്ങനെ വരുമ്പോ അതെങ്ങനെ വരുന്നത്? നമ്മൾ വെൽഷ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ അല്ലേ? ബട്ട് അതെനിക്ക് ക്ലിയർ അല്ല. ഓക്കെ, ദാറ്റ് ഈസ് which girl comes from India എന്നുള്ളതാണ് നമ്മുടെ സെന്റൻസ്. ആ സെന്റൻസിൽ വെൽഷയുടെ ചാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് ഒന്ന് ഇയാൾ എടുക്കുക. വിച്ച് ഗേൾ കംസ് ഫ്രം ഇന്ത്യ. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് എന്താണ്? ഗേൾ. അർഷദ് പറയൂ. ഗേൾ ആണ്. സോ ഗേളിന്റെ കൂടെ വിച്ച് എന്ന് വരുമ്പോ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? വിച്ചിന്റെ ചാർട്ട് എടുത്ത് നോക്കിയേ. നോമിനാറ്റീവിൽ നോയ്ത്രും എങ്ങനെയാണ് വിച്ച് വരുന്നത്? നോമിനാറ്റീവ് നോയ്ത്രും. ദാറ്റ്സ് വൈ അവിടെ വെൽഷസ് മേഡ്ഷനായി. ഓക്കെ, ഇനിയിപ്പം സെക്കൻഡ് വൺ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് വെൽഷം എന്നായി? ബിക്കോസ് നമ്മൾ വാസ്വേം റൂൾ അപ്ലൈ ചെയ്തു. നോമിനാറ്റീവ് ആരാണ് ആ സെന്റൻസില്? അർഷദ്. നോക്കൂ. വിച്ച് ടീച്ചർ ഡു യു ഹാവ് ടു ഗിവ് ദി ലെറ്റർ ടു? ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? ആരാ ഡൂവർ? ജസ്റ്റ് തിങ്ക് ആൻഡ് സേ. യു അല്ല. യു എന്നുള്ളതാണ് ആ സെന്റൻസിലെ സബ്ജക്ട്. ഓക്കെ, അപ്പൊ നോമിനാറ്റീവ് ആരാന്നുള്ള കിട്ടി. ഇനി നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ആണുള്ളത്, വിച്ച് ടീച്ചറും ലെറ്ററും. രണ്ട് ഒബ്ജക്ട്സ് വിത്തൗട്ട് പ്രപ്പോസിഷൻ വന്നാൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? ഇനി വാസ്വേം റൂൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കിയേ. വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? അപ്പൊ അതെന്തായിട്ട് മാറും? ഇനി വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? ഇതിൽ എന്താണ് വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത്? ആർക്കാ ലെറ്റർ കൊടുക്കുന്നത്? അപ്പൊ ലേറർ എന്നുള്ളത് എന്തായിട്ട് മാറും? അപ്പൊ വിച്ച് എന്നുള്ളത് എങ്ങനെയാ നോക്കുക? ദാറ്റീവ് മാസ്കുലിൻ. ദാറ്റീവ് മാസ്കുലിൻ. ക്ലിയർ ആയപ്പോ? ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ is which color is your dress? അതെങ്ങനെയാ വരിക?
Or is dein Kleidung പറ്റും. Hat dein Kleid is also fine. Welche Farbe ist dein Kleid? അല്ലെങ്കിൽ welche Farbe hat dein Kleid? Both are fine. Good. Is dance. Yeah. Next one is which pant do you like? അല്ലെങ്കിൽ which pant is liked by you? രണ്ട് ഓപ്ഷൻ തരാൻ കാരണം gefallen എന്നുള്ള വേർബിന്റെ മീനിങ് വരുന്നത് to be liked by എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ്. സോ എന്താ എങ്ങനെയായിരിക്കും സെന്റൻസ് വരിക? Welche Haus gefällt dir? Hose. Welche Hose gefällt dir? Okay, welche Hose gefällt dir? Sehr gut. Now coming to last one, which book would you like to have? എങ്ങനെയായിരിക്കും വരിക? Welches Buch machst du? Möchten Sie haben? Yeah. Welches Buch möchten Sie haben? അല്ലെങ്കിൽ welches Buch möchtest du haben എന്ന് വരും. Sehr gut. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം വരുന്നത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടേത് കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഇതിന്റെ കൂടെ? ഓക്കെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഇന്നലെ ഞാൻ അയച്ച ഹോംവർക്ക് ചെയ്തായിരുന്നോ? യെസ്, രാത്രി ഞാൻ അയച്ച ഹോംവർക്ക് ചെയ്തായിരുന്നോ ഗൈസ്? ഇല്ല. ചെയ്തിട്ട് ഒന്ന് അയക്കാം കേട്ടോ. ഓക്കെ. ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്സ് ഒന്നും എടുക്കില്ല. സോ ഇന്ന് അധികം റിവൈസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അത് ഇന്ന് ചെയ്തിട്ട് നാളത്തെ ക്ലാസ്സിന് മുന്നൊന്ന് അയച്ചാൽ മതി. ഓക്കെ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ ഇനി നമ്മളൊരു ചെറിയ എക്സസൈസ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ്. രഞ്ജു ഈ സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. സി Arbeiten Sie zu zweit? Jeder Welt einen Test. Was steht in Ihrem Test? Informieren Sie Ihren Partner, Ihre Partnerin. Okay. So the question is arbeiten Sie zu zweit. Arbeiten Sie zu zweit എന്ന് വെച്ചാൽ രണ്ടുപേരായിട്ട് വർക്ക് ചെയ്യാം. Okay. Zu zweit എന്ന് വെച്ചാൽ രണ്ടുപേരായിട്ട്. Jeder wählt einen Text. Wählen. Wählen means to choose. Okay. എല്ലാവരും ഓരോരുത്തരും ഓരോ ടെക്സ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യും. Was steht in Ihrem Text? എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്? Informieren Sie Ihren Partner oder Ihre Partnerin. Okay. Inform your partners എന്നാണ് വന്നിട്ടുള്ളത്. സോ താഴെ രണ്ട് ടെക്സ്റ്റ് ഉണ്ട്, എ ആൻഡ് ബി. സോ നിങ്ങളുടെ വർക്ക് എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. യു ഹാവ് 15 minutes. എല്ലാവരും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ രഞ്ജു എ എടുത്തോളൂ, ടെക്സ്റ്റ് എ. അർഷദ് ബി ആൻഡ് നീരജ് അഗെയിൻ എ. ഓക്കെ, ഈ രീതിയിലാണ് ടെക്സ്റ്റ് ഓർത്ത് വെക്കുക. രഞ്ജു എ, അർഷദ് ബി, നീരജ് അഗെയിൻ എ. സോ ടെക്സ്റ്റ് വായിക്കുക, നന്നായിട്ട് വായിക്കുക. അറിയാത്ത വേർഡ്സിന്റെ എല്ലാം മീനിങ് ഡിക്ഷണറി വെച്ചിട്ട് കണ്ടെത്തുക. ദെൻ നിങ്ങൾക്ക് എന്തതെന്ന് മനസ്സിലായോ അതൊരു 4 to 6 ലൈൻസിൽ നിങ്ങൾ എഴുതുക. എന്താണ് ഈ ടെക്സ്റ്റിൽ പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇൻ ജർമ്മൻ, സിമ്പിൾ ജർമ്മനിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് എഴുതുക. ക്ലിയർ ആയ വർക്ക്. ടെക്സ്റ്റ് വായിക്കുക, അറിയാത്ത വേർഡ്സിന്റെ മീനിങ് കണ്ടെത്തുക. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അറിയാത്ത വേർഡ്സിന്റെ, ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ഞാൻ മീനിങ് ചോദിക്കും. ആൻഡ് ഒരു ചെറിയൊരു സമ്മറി പോലെ ഈ ടെക്സ്റ്റിൽ ഇതാണ് പറയുന്നത് എന്നുള്ളത്. അത് ഞാൻ ഇയാൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഒന്ന്.
മാഡം ഇത് വായിച്ചിട്ട് ഷോർട്ട് ആയിട്ട് പറയണം ഇവിടെ എന്താ ചെയ്തതെന്ന്. Yeah. അതാണോ? ഷോർട്ട് ആയിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്യുക, അറിയാത്ത എല്ലാ വേർഡ്സിന്റെയും മീനിങ്ങും കണ്ടെത്തുക. ഓക്കെ ഓക്കെ, യു ഹാവ് 15 minutes ടൈം. അപ്പോഴേക്കും എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. കറക്റ്റ് 15 minutes, അതിൽ കൂടുതലില്ല. സ്റ്റാർട്ട് പ്രിപ്പയറിങ്. മീൻ വൈൽ ഐ ബി കമ്മിങ്. ഓക്കെ, ഒരു 10 minutes ഞാൻ വരാം. അതപ്പോഴേക്ക് ചെയ്യാം നിങ്ങൾ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.
Okay, guys, completed. Done. കുറച്ചുകൂടെ ഉണ്ട് മോനെ. Okay, we don't have time. So let's do like this. നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്കിത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊന്ന് അയച്ചിടുക. ആൻഡ് അബൌട്ട് മീനിങ് ആൻഡ് ഓൾ നമ്മൾ നാളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഐ ഗീവ് 5 more minutes. നമുക്ക് 11 ക്ലാസ് എൻഡ് ചെയ്യാം. ഒരു 11:10 ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഗ്രൂപ്പിൽ ഇത് അയക്കണം എല്ലാവരും. ഓക്കെ, ഞാൻ ഇനി ഇത് റിമൈൻഡ് ചെയ്യില്ല, എനിക്ക് അയക്കണം ഗ്രൂപ്പിൽ. യാ, കംപ്ലീറ്റഡ് ടിൽ 11 എനിവേ. രണ്ട് പോയിന്റ് എഴുതിയാൽ മതിയോ? 4 to 6 lines. ഞാൻ നിങ്ങൾക്ക് എഴുതാനുള്ള കുറച്ചൊരു ചെറിയൊരു ടിപ്പ് പോലെ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ.
മാം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഇന്ന് സബ്മിറ്റ് ചെയ്തോളാം മാഡം. ഓക്കെ. ആൻഡ് രഞ്ജു മെസ്സേജിനൊന്ന് റിപ്ലൈ തരണം കേട്ടോ. ശരി മാം. താങ്ക് യു മാം. ഓക്കെ, എനിവേ ബാക്കിയുള്ളവരും ലീവ് ചെയ്തോളൂ. ബട്ട് ഇൻ 10 minutes പ്ലീസ് സബ്മിറ്റ് ദാറ്റ്. ഓക്കെ, ഹർഷദ് ആൻഡ് നീരജ്. ഓക്കെ, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് ഹോംവർക്ക് മറക്കണ്ട, നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, then choose. Cheers. Choose.